കൂട്ടുകാരെ തന്നെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. നമ്മൾ എന്താ പ്രശ്നം നോക്കാൻ പോവാണ്. നമ്മൾ സീരിയൽ പവർ കണക്ട് ചെയ്തു, ഓണാക്കി. ഓണാവണമൊക്കെ ഉണ്ട്. ഇത് ചൂടാവുന്നില്ല എന്നാണ് കസ്റ്റമർ കംപ്ലൈൻറ്റ്. ഓണാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം IGBT സേഫാണ്. IGBT പോയിട്ടൊന്നുമില്ല, ഓണാവുന്നുണ്ട്, ഷോർട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിത് അയച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് കണ്ട പ്രോബ്ലം ഇതാണ്. കണ്ടോ, AC കോഡിൻ്റെ ലൈന് കരിഞ്ഞിരിക്കുന്നു. ഇത് ഏകദേശം ഷോർട്ടായ പോലെ, നമ്മൾ ഷോർട്ടായിട്ടില്ല എന്ന് മാത്രം. എത്രത്തോളം കരിഞ്ഞിട്ടുണ്ട് നമുക്ക് ആണോ, ഇത് സ്മെല്ലെടുക്കുന്നുണ്ടാ പറഞ്ഞത്. ഇത് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ബോർഡുമെല്ലാം അയച്ചെടുക്കുക. ബോർഡിന് മെയിനായിട്ട് 3 സ്ക്രൂ ഉള്ളൂ. 1, 2, 3. ഈ 3 സ്ക്രൂ അയച്ചാൽ ബോർഡ് കിട്ടും. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഈ ക്ലിപ്പെല്ലാം പോയിട്ടുണ്ട്. ഇത് നമ്മൾ കരിഞ്ഞ് പ്രശ്നമായിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമോ, അത് ഇനി വേറെ ക്ലിപ്പിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അയച്ച് നോക്കിയിട്ട് PCBയിലെ ലൈനൊന്നും കത്തിയിട്ടില്ലെങ്കിൽ, കരിഞ്ഞ് പോയിട്ടില്ലെങ്കിൽ നമുക്കത് റീഫിക്സ് ചെയ്യാം. ഓക്കെ, ഇതതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഉണ്ടോ, ഇതെന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ നല്ല ലൂസ് കണക്ഷനാണ്. ലൂസ് കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, കാരണം ഇത് ഇൻഡക്ഷൻ കുക്കർ നല്ല കറണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഡിവൈസ് ആയതുകൊണ്ട് നല്ല ലൂസ് ഉണ്ടാകും. അപ്പോൾ ഈ PCB ഇങ്ങനെ കത്തിപ്പോയി. ഓക്കെ, നമുക്കിതിവിടെ റീഫിക്സ് ചെയ്യണമെങ്കിൽ നല്ലൊരു ചിമ്പിൻ്റെ കമ്പി ഇട്ടിട്ട് അതിലോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, നല്ല രീതിയിൽ ചെയ്യാൻ അത് വീണ്ടും കത്തിപ്പോകും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ലോണം ക്ലീൻ ചെയ്യുക. ടിന്നർ ഉപയോഗിച്ചിട്ടോ PCB ക്ലീനർ ഉപയോഗിച്ച് നല്ല ക്ലീൻ ചെയ്യുക. കാരണം കാർബൺ ഉണ്ടാകുമ്പോൾ എപ്പോഴും കത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ കാർബൺ നല്ല വൃത്തിയായിട്ട് കളയണം. ഓക്കെ, എന്നിട്ട് ലൂസില്ലാതെ ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഓക്കെ, നോക്കാം. നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഇത്രയും PCB കത്തി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ റീഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു നല്ല കമ്പി ഇട്ടിട്ട് ആ കമ്പിയിൽ സോൾഡർ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവിടെ ഈ ഫ്യൂസ് കാരിയറിൽ സോൾഡർ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, കോപ്പർ ഷീറ്റ് ഞാൻ ഇവിടെ സോൾഡർ ചെയ്ത് ഇതിവിടെ ബെൻഡ് ചെയ്ത്, ഇനി ഈ ലൈൻ ഈ കേബിള് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഇതിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നല്ല പക്ക സോൾഡറിങ് ആവും. ഓക്കെ, നമ്മളത് ഫിക്സ് ചെയ്യാണ്. സ്ക്രൂയൊക്കെ ചെയ്ത് ബോർഡൊക്കെ തിരിച്ച് ഫിക്സ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സ്റ്റാൻഡ് ബൈ. ഓക്കെയാണ്. കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. മീറ്റർ സെർവിങ് ചെയ്യാം. മീറ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഒരു നല്ല സൈനാണ്. ഓക്കെ, വെള്ളം ചൂടാവണ്ടോ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവിടെ കരിഞ്ഞു പോയതുണ്ട്. ലൈൻ വരുന്നത് കരിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ എല്ലാം കാണിക്കും. കുക്കർ ഓണാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡിസ്കണക്റ്റ് ആവും, ഓഫായിട്ട്. അത് ലൂസ് ആയതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. ഞാൻ ഫിക്സ് ചെയ്തു. ഇത് ഓക്കെയാണ്, ഡെലിവറിക്ക് ഓക്കെ.
ഓക്കെ. ഓക്കെ, ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. ഷെയർ ചെയ്യണേ വീഡിയോ. കോപ്പർ ഷീറ്റ് ഞാൻ ഇവിടെ സോൾഡർ ചെയ്ത് ഇതിവിടെ ബെൻഡ് ചെയ്ത് ഇനി ഈ ലൈൻ ഈ കേബിള് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഇതിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നല്ല പക്ക സോൾഡറിങ് ആവും. ഓക്കെ, നമ്മളത് ഫിക്സ് ചെയ്യാണ്. സ്ക്രൂയൊക്കെ ചെയ്ത് ബോർഡൊക്കെ തിരിച്ച് ഫിക്സ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സ്റ്റാൻഡ് ബൈ ഓക്കെയാണ്. കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. മീറ്റർ ശ്രദ്ധിക്കുക. മീറ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഒരു നല്ല സൈനാണ്. ഓക്കെ, വെള്ളം ചൂടാകണ്ടോ നോക്കിയാൽ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവിടെ കരിഞ്ഞു പോയതുണ്ട്, ലൈൻ വരുന്നത് കരിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ എല്ലാം കാണിക്കും. കുക്കർ ഓണാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡിസ്കണക്റ്റ് ആവും, ഓഫായിട്ട്. അത് ലൂസ് ആയതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. ഞാൻ ഫിക്സ് ചെയ്തു. ഇത് ഓക്കെയാണ്, ഡെലിവറിക്ക് ഓക്കെ. ഓക്കെ, ഓക്കെ, ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. ഷെയർ ചെയ്യണേ വീഡിയോ.